അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡോക്ടറുടെ ഉമ്മ അത് നിരീക്ഷിക്കുകയാണ്. മറ്റൊന്നുമല്ല, അതെ, തൻ്റെ മകനും മരുമകളും ശരിക്ക് ബന്ധപ്പെടാനൊക്കെ തുടങ്ങിയോ എന്തോ അറിയില്ല. ഓളോട് ഞാനൊക്കെ അങ്ങ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓളോടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓന് ശരിയാക്കി എടുക്കേണ്ടത് ഓളാണ്. ചില പെൺകുട്ടികൾക്ക് അതൊരു മിടുക്കായിരിക്കും. എന്തൊക്കെ തന്നെയാലും ഒന്ന് പോയി നോക്കട്ടെ ഓലെ ബെഡ്റൂമിൻ്റെ അവിടുന്ന് വല്ല ഒച്ചപ്പാടും ബഹളവും ഉണ്ടോയെന്ന്. ഡോക്ടറുടെ ഉമ്മ അവരുടെ ബെഡ്റൂമിന് നേരെ നടന്നു. എന്താന്നാവും കുറച്ച് നേരം ഉള്ളിൽ കയറി അടച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംഭാഷണം ഉണ്ടാവും, നോക്കട്ടെ. എന്തുണ്ടെങ്കിലും എനിക്ക് കുറേയൊക്കെ അറിയണ കാര്യം തന്നെയല്ല ഇപ്പം ഇത്. എന്താന്നാവും പറയണത്. പതുക്കെ അതാ ആ ഉമ്മ വാതിൽക്കൽ വന്നു നിന്നു. ബുഷി, എനിക്ക് നിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടടി. കാരണം എനിക്ക് ചില പോരായ്മകളുണ്ട്. ഞാൻ കഴിവ് കെട്ടവനല്ലേ. അതുകൊണ്ട് നിൻ്റെ ജീവിതം നീ വെറുതെ നഷ്ടപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നിനക്ക് മക്കളുണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ കൂടെ ജീവിച്ച് നിൻ്റെ ജീവിതം കളയാമെന്ന് പറയുമ്പോഴും എനിക്ക് നല്ല പ്രയാസമുണ്ട്. ഞാൻ എന്താ ചെയ്യുക? ഇക്ക വിഷമിക്കേണ്ട, എല്ലാം പഠിച്ചവൻ്റെ വിധിയല്ലേ. അതെന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും. എന്നാൽ ഡോക്ടറുടെ ഉമ്മ പതുക്കിയതാ അവർ ചാരി വെച്ച ആ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് നോക്കുന്നു. ബെഡ്റൂമിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവരപ്പുറത്ത് ആ ചെയറിലിരിക്കുകയാണ് തോന്നുന്നുണ്ട്, രണ്ടുപേരും സോഫയിൽ. ബെഡിലൊന്നല്ല. ശരിക്കും അവർ മിണ്ടാതെ നിന്നു. നല്ല സംഭാഷണത്തിലാണ്. അല്ലെങ്കിൽ ഈ ചെക്കൻ എന്തിൻ്റെ കേടായത്? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? വല്ലാത്തൊരു പുതുമന്നെ. ഈ ചെക്കൻ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാണ് അവൾ നിൽക്കുക? ഇവനുള്ളതൊക്കെ വെട്ടി തുറന്ന് പറയാണോ? എന്നാൽ ഈ സമയം അതാ നേരെ ഉമ്മ വാതിൽ മുട്ടി വിളിച്ചു. മോനെ, മോനെ. അല്ല, ഉമ്മ വിളിക്കുന്നു. എന്തോ ഉമ്മ, ഉമ്മ വിളിച്ചില്ലേ? മോനെ ഇവിടെ വന്നാ? ഇത് വരണേ. എന്തേ? ബുഷി അപ്പോഴേക്കും എന്തോ ഉമ്മ, എന്ത് പറ്റി? ഒന്നുമില്ല, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ. ഇവിടെ ഇരുന്നാ. എന്തോ ഉമ്മ, എന്ത് സംഭവം? ഇരിക്കും മോനെ, ഇരിക്കാനാ എന്നോട് പറഞ്ഞത്, ഇരിക്കേ. അങ്ങനെ അവൻ സോഫയിൽ വന്നിരുന്നു. എൻ്റെ പൊന്നാര കുട്ടിയെ ഓടോളോട് വരുന്നുണ്ട്. ബുഷിയെ, അടുക്കളയിൽ പോയി നോക്ക്. അവിടെ അടുപ്പത്ത് മീൻകറി ഉണ്ട്, ഒന്നുകൂടി തിളച്ച് വറ്റിയിട്ട് വാങ്ങി വെക്ക്. ഉമ്മ ആയിക്കോട്ടെ. ബുഷി നേരെ അടുക്കളയിലെത്തി. ഉമ്മ പറഞ്ഞത് എന്താ, അടുപ്പത്ത് മീൻകറി ഉണ്ടെന്നാണല്ലോ. അത് തിളയ്ക്കാൻ വെച്ചത് മാറ്റി വെക്കാനോ? ഇത് വെന്ത മീൻകറിയാണല്ലോ. ഇതിപ്പോൾ എന്തോ ഓഫ് ചെയ്യാനോ വാങ്ങി വെക്കാനൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓഫ് തന്നെയാണല്ലോ. പിന്നിപ്പോൾ എന്താ, കിച്ചണിലെ ജോലി മുഴുവൻ തീർത്തതുമാണ്. അതെ, പയറുപ്പേരിയും ചോറും എല്ലാം ആയിട്ടുണ്ട്. പിന്നിപ്പോൾ എന്താ ഉമ്മ ഇങ്ങനെ പറഞ്ഞത്, എന്നോട് അടുക്കളയിലേക്ക് പോയി നോക്കാൻ പറഞ്ഞത്? എന്താ അറിയില്ല. ഏതായാലും കിച്ചൺ ജോലികളൊക്കെ കംപ്ലീറ്റ് ആണ്. ഞാൻ നേരത്തെ ചെയ്ത് കഴിച്ചതാണല്ലോ ഇതൊക്കെ. ഇനിയിപ്പോൾ എന്താ ഇവിടെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഉമ്മ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? നേരെ ബുഷി ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ബുഷി അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു. അതേ, പിന്നെണ്ടല്ലോ, ഈ എല്ലാം ഓളോട് എന്തിനേയും തുറന്നു പറയാൻ നിൽക്കണ്? അനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടേ അങ്ങനെ പറയില്ല. ഓളിട്ടിട്ട് പോയ ഈ എന്താ കാട്ടുക? അന്നെ നോക്കാനേ ഇന്നെ കൊണ്ടാവൂല. ഒരു കാലം കഴിഞ്ഞാലേ എൻ്റെ കൂടെ ഒരു പെണ്ണ് എന്താ നിർബന്ധമായിരിക്കും. ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഞാൻ കുഴപ്പക്കാരിയാണ്, എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് കഴിവില്ലാത്തവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മോൻ നിൻ്റെ സ്ഥിതി? ഉമ്മ, ഓള് പാവല്ലേ, ഓളോടുള്ള സത്യാവസ്ഥ തുറന്ന് പറയണ്ടേ? എൻ്റെ ചെക്കാ, ഇങ്ങനെയൊക്കെ നീ തുറന്ന് പറഞ്ഞാലേ ഓൾ അന്നം വിട്ട് പോലെന്നേക്കാരം. ഈ കുറച്ചൊക്കെ ഒരു കോമൺ സെൻസോട് കൂടി സംസാരിക്കണ്ടേ? എന്താ എൻ്റെ കഥ? വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. നിനക്ക് തീരെ ഒന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലേ? എല്ലാം നീ ഓളോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ എൻ്റെ പൊന്നുമോനെ, എനിക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ,
ഉള്ള സത്യാവസ്ഥ നമ്മൾ തുറന്നു പറയണം. അത് ആരോടായാലും. നമ്മൾ മറച്ചു ഒളിച്ചും വെച്ചിട്ട് എന്ത് കാര്യമാണ്? എൻ്റെ ജീവിതത്തിനുള്ള യഥാർത്ഥ കാര്യങ്ങളല്ലേ ഉമ്മ ഞാൻ പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ ആയിരിക്കും. എന്നാലും പെണ്ണുങ്ങളെ മുമ്പിൽ അങ്ങനെ നാണം കെടാൻ പാടുണ്ടോ? എന്ത് നാണക്കേടുമ്മ. ഞാനൊരിക്കലും നാണം കെടുന്ന രീതിയിൽ ഞാനുള്ള യഥാർത്ഥ സത്യം അവളോട് തുറന്നു പറഞ്ഞു. എന്നാൽ അവൾക്ക് എന്നോട് സങ്കടമാണ്. അതല്ല, നേരെ മറിച്ച് ഞാൻ അവളോട് പറയാണ്, എനിക്ക് ഒന്നൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പക്ഷേ ഇതറിയുമ്പോൾ പിന്നീട് ഞാനിതെല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ ചെക്കനെ വല്ലാത്തൊരു പുതുമനാണ് എല്ലാം അങ്ങോട്ട് തുറന്നു പറഞ്ഞുല്ലേ ഞാനതിങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയിക്കാണ്ട് പ്രശ്നമായിക്കാണ്ട് വല്ലാത്തൊരു പുതുമ. നിനക്ക് തീരെ ഒരു ബോധമില്ലല്ലോ. എല്ലാം ഉണ്ട്, നിനക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നീ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഹോ ഉമ്മ, എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട. ഇനി അവളോട് ഈ തിരുത്തി പറയേ, അല്ലേ നിന്നെ വിട്ടു പോയാലേ എന്നെക്കൊണ്ട് പറ്റൂരട്ടോ നോക്കാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ കുട്ടികളും മക്കളും ഇല്ലാതെ നിരകിച്ച് ജീവിക്കേണ്ടി വരും. കുറേ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയും പണത്തിന് മേലെ പരുന്തും പറക്കില്ലാന്ന്. അതൊക്കെ തികച്ചും തെറ്റാണ്. പണം കുറേ ഉണ്ട് ഒരാൾക്ക്, പക്ഷെ ഒന്നിനും ഒരാളെ കിട്ടാൻ പറ്റുന്നില്ല, ആരും വരുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ ആയിരിക്കും ഇത്. എന്നാൽ ശരിക്കും അതാ ഡോക്ടർക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ അതാ അവൾ അതെല്ലാം കേട്ടു. ഉമ്മക്ക് ഞാനിവിടെ നിൽക്കണമെന്നാണ്, പക്ഷേ ഡോക്ടർ സത്യസന്ധനാണ്. അദ്ദേഹം എന്നോടെല്ലാം തുറന്നു പറയുകയും ചെയ്തു. ഇനി ഞാനായിട്ട് ഒന്നിനും നിൽക്കണില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യട്ടെ, എന്തായാലും വേണ്ടില്ല. എന്നാൽ അവൾ നേരെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ നോക്കി പുറത്തേക്ക് നോക്കിയിരുന്നു. റബ്ബേ, എൻ്റെ ജീവിതം ഒരു പക്ഷേ എങ്ങനെയായിരിക്കും? മക്കളൊന്നും ഇല്ലാത്ത ജീവിതം. മക്കളില്ലെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വേണ്ട, അദ്ദേഹം പാവാണ്. അതിനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം എല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട്, എന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. പാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പഠിച്ചോനെ, അല്ലാ, ഓരോരുത്തർക്ക് പഠിച്ചോൻ ഇങ്ങനെ ആക്കി തീർത്താൽ എന്ത് ചെയ്യും? അവൾ വിദൂരയിലേക്ക് നോക്കി. എന്നാൽ അവൾ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, ഞാൻ ഒരു പക്ഷേ പഠിച്ചവനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും അല്ലാഹു നൽകിയിരുന്നെങ്കിൽ. അവൾ ആ ബെഡ്റൂമിലേക്ക് പതുക്കെ കടന്നു. അതെ, അദ്ദേഹം അവിടെ ഇല്ല. ഉമ്മയും അവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തനിക്ക് വേണ്ടി ഒരുക്കിയ ആ മണിയറ, അതെ, ഇവിടെ ഒരു കുഞ്ഞ് പിറക്കാൻ പോവില്ല എന്നുള്ള സത്യം അവൾ അറിഞ്ഞപ്പോൾ മനസ്സ് വെമ്പിപ്പോയി. എന്നാൽ അവൾ ആ ബെഡ്റൂമിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതാ വാതിൽ തള്ളിക്കൊണ്ട് ബുഷി. ഇക്ക. ബുഷി, എൻ്റെ ബുഷിക്ക് നന്നായിട്ട് ടെൻഷൻ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല ബുഷി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അവൻ വാതിൽ പതുക്കെ അടച്ചു. എന്തേക്ക? പിന്നെ ബുഷി, ഞാൻ ഒരു കാര്യം പറയാം. അതായത് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ എന്നെക്കൊണ്ട് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയുന്നില്ല. അതെ, ഞാനും നീയും തമ്മിൽ നീ എന്തൊക്കെയോ ആഗ്രഹിച്ചതായിരിക്കും, പക്ഷേ എനിക്കത് പൂർത്തിയാക്കി തരാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തേക്ക? ഞാൻ പറഞ്ഞാൽ നിനക്ക് വിഷമാവോ? വിഷമൊന്നുമില്ല. പിന്നെ ഞാൻ പറയാം. അതായത് എനിക്ക് നിന്നെ എൻ്റെ കൂടെ ജീവിപ്പിക്കാനാണ് താല്പര്യം. പക്ഷേ എനിക്ക് നിന്നെ അങ്ങനെ വെക്കുന്നത് ശരിയല്ല. ഞാൻ വിരോധമില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലോ? എന്താ അങ്ങ് പറയാൻ പോകുന്നത്? നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരു വിവാഹം കണ്ടെത്തട്ടെ, മറ്റൊരു പുരുഷനെ. എന്നാൽ അത് കേട്ട അവൾ ഒന്ന് ഞെട്ടി. അല്ലോ, വേണ്ട, നിൽക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ജീവിക്കുക, അല്ലാതെ അല്ല. പിന്നെ ഞാനത് പിന്നീട് സംസാരിക്കാം.
എന്നാൽ നീ മാറ്റിയൊരുങ്ങ്, നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു സൽക്കാരത്തിൻ്റെ കാര്യം. ഓ അങ്ങനെ. അദ്ദേഹം അത് മുഴുമിപ്പിക്കാതെ നേരെ അതാ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഉമ്മ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് അതാ അങ്ങോട്ട് വരുന്നു. മോനെ, ആ പിന്നെ രണ്ടുപേരും നല്ലോണം മാറ്റി ഇറങ്ങിക്കട്ടോ. ആ മോളെ, ആ രണ്ടുപേരും ഇറങ്ങിക്കോളൂ. ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടോളൂ. അതായത് ഒരേ കളറുള്ള ഡ്രസ് കോഡൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. എന്താ ഉമ്മ അങ്ങനെയൊക്കെ? ആ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കണം തന്നെ. അങ്ങനെ ഏതാ അവർ രണ്ടുപേരും മാറ്റി ഇറങ്ങി ഹോസ്പിറ്റലിലെ ഒരു കൂട്ടുകാരൻ ഡോക്ടറുടെ വീട്ടിലേക്കായിരുന്നു പോകാനുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ഫ്ലാറ്റിലെത്തി. ആ കയറി വരൂ, ഇരിക്കൂ. ഏതായാലും എന്തായാലും ഡോക്ടറുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നെന്ന് അറിഞ്ഞപ്പോഴേ വല്ലാത്ത സന്തോഷം. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖം തന്നെ. ആ ഓക്കെ. വീട്ടിൽ ബ്രദറ്, ഉമ്മ, ആ പിന്നെ ബ്രദറിൻ്റെ ഫാമിലി, അങ്ങനെയൊക്കെയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴേക്കും അവിടുത്തെ സെർവൻറ്റിനോട് അതാ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ഫുഡും കാര്യമൊക്കെ. ഫുഡ് കഴിക്കൂ, വരൂ, ഇരിക്കൂ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ നാട് എറണാകുളത്താണ്. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് തന്നെയാണ്. ഇരിക്കൂ, ഭക്ഷണം കഴിക്കൂ. അങ്ങനെ അതാ അവർ രണ്ടുപേരും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഡോക്ടർ ഇരിക്കൂ. ആ എനിക്ക് ഞാൻ കഴിച്ചോളാം. അങ്ങനെ അതാ നേരെ നമ്മുടെ നവദമ്പതികളുടെ തൊട്ട് മുമ്പിലായിക്കൊണ്ട് അദ്ദേഹം ഇരുന്നു. അതെ, സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം അയാൾ തന്നെ വിളമ്പി കൊടുത്തു. ശരിക്കും നല്ല രീതിയിലുള്ള പെരുമാറ്റം, കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ബുഷിയുടെ മുമ്പിലായിക്കൊണ്ട് അയാൾ ഇരുന്നിട്ട് പറഞ്ഞു, മോളെ ഇഷ്ടമുള്ളത് പോലെ കഴിക്കിട്ടോ, നിൻ്റെ സ്വന്തം ആളെ പോലെ കരുതിയാൽ മതി കേട്ടോ. എന്നാൽ ഡോക്ടർ പറഞ്ഞു, അവൾ അത്രേ കഴിക്കുള്ളൂ, മതി. അല്ല, കഴിക്ക്, എൻ്റെ ഒരു താല്പര്യത്തിന് കുറച്ചുകൂടെ കഴിക്ക് കുട്ടി. എന്താ ഇത്? നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ അതാ അവർ എല്ലാവരും ഭക്ഷണം കഴിച്ച് നേരെ മുകളിലത്തെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ അവർ പോയിരുന്നു. ആ ബുഷി, എന്താ പേര് പറഞ്ഞത്? ബുഷറ എന്നാണ് പേര്. ഓ അങ്ങനെ, ബുഷി എന്നായിരിക്കും. ആ വിളിക്കുന്ന കേട്ടതാണ്, അതാ ഞാൻ ചോദിച്ചത്. അതെ, ബുഷി എന്ന് വിളിക്കും. ബുഷി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അല്ല, കുറച്ച് കാര്യങ്ങൾ. അവന് അവിടെ അപ്പുറത്തിരിക്കുകയാണ്, അവന് ന്യൂസ് പേപ്പർ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബുഷി നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് അവൻ എത്തിയിട്ട് ചോദിച്ചു, പിന്നെ എനിക്ക് ഒന്നുമല്ല, ബുഷി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു അവനുമായി? അവൻ്റെ കാര്യം നിനക്ക് അറിയുന്നതല്ലേ. അവന് എന്താ ഒരു പെണ്ണിനോടുള്ള താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ബുഷി, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്ത്? അതൊക്കെയുണ്ട്, ഞാൻ മെസ്സേജ് ചെയ്യാം. ദാ ബുഷിയുടെ നമ്പറല്ലേ, ദാ ഇതൊന്ന് ഡയൽ ചെയ്തേക്കൂ. അയാൾ ഫോൺ കൊടുത്തു. ബുഷി നമ്പർ ഡയൽ ചെയ്തു. പിന്നെ നിനക്ക് അവനുമായി നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അതായത് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിനക്ക് അവനോട് വെറുപ്പ് വല്ലതുണ്ടോ? ഏയ്, വെറുപ്പൊന്നുമില്ല. പിന്നെന്താണ്, അവന് മക്കളുണ്ടാവുന്നില്ല എന്നതിലുപരി അവനൊരു ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാനുള്ള ശേഷിയില്ല എന്നതാണ് അതിൻ്റെ സത്യം. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. കണ്ട അടിപൊളിയാണ് സംഭവം, പക്ഷേ നല്ല ലുക്കായിരിക്കും എല്ലാം കൊണ്ടും. അതാ അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം കേട്ടോ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ സംസാരം? ഡോക്ടർ അങ്ങോട്ട് വന്നു. ആ അത് എന്നാൽ നേരെ അതാ ആ ഡോക്ടർ അവളുടെ നേരെ പറഞ്ഞു, ജസ്റ്റ് ചുണ്ടിൽമേൽ വിരൽ വെച്ചുകൊണ്ട് പറയണ്ട എന്നുള്ള രീതിയിൽ. എന്നാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ വിഷയം മാറ്റി. അതെ, പിന്നെ ഞാനിവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നേ. അവൾക്കും പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു ഡോക്ടർ സ്ഥാനം കിട്ടുമായിരുന്നു. ഇനിയും പഠിക്കാലോ.
ഇനി എൻട്രൻസ് ഒക്കെ എഴുതി പഠിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഇഷ്ടമുള്ളത് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതാ നമ്മുടെ ബുഷിയുടെ ഹസ്ബൻഡ് പറയുന്നു, അവൾക്കതിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ ഉണ്ടല്ലോ അവൾക്ക് ഇഷ്ടം പോലെ. അങ്ങനെയല്ലടാ, എങ്കിലൊരു എൻജോയ്മെൻറ്റ്. എന്താ അവൾക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് പഠിക്കാനുള്ളൊരു അവസരം കൊടുത്തുകൂടെ? എത്രയോ കോഴ്സുകളുണ്ടല്ലോ. അവൾ ഡിഗ്രി കംപ്ലീറ്റ് അല്ലേ, ആ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നോളൂ. ഇവിടെ എത്രയോ കോഴ്സുകളുണ്ട്, നിനക്ക് എന്തൊക്കെയോ കോഴ്സുണ്ട്, ഒരുപാട്. വേണമെങ്കിൽ ഞാൻ തന്നെ നിനക്കത് പഠിപ്പിച്ച് തരികയും ചെയ്യാം. എന്താ? എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ഒരു ഭയം തോന്നി. പഠിച്ചോനെ, ഇയാൾ എന്തീ പറയുന്നത് വിചാരിച്ചിട്ട്. എന്നാൽ ബുഷിയോട് അയാൾ പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. എന്താ, നീ നാളെ മുതൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഏതായാലും നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ, എന്താടാ നിൻ്റെ അഭിപ്രായം? അവളെ പഠിപ്പിച്ചുകൂടെ നിനക്ക്? വെറുതെ വീട്ടിലിരുത്തണോ? എന്നാൽ ഈ സമയം നേരെ ബുഷിയുടെ ഹസ്ബൻഡിനോടായിട്ട് പറഞ്ഞു, എടാ ഇവിടെ വന്നേ. എന്തടാ? ഒരു കാര്യമുണ്ട്, വാ. അവൾ കേൾക്കണ്ട. പിന്നെ ഇങ്ങോട്ട് നിൽക്ക്. എന്തേ? അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി നിന്നിൽ വിശ്വസിച്ച് നിൽക്കുകയാണ്. കാരണം നിനക്ക് മക്കളുണ്ടാവില്ല, നിനക്ക് ലൈംഗിക ശേഷി ഇല്ല എന്നൊക്കെ, അതൊക്കെ കുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്തോ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആ കുട്ടിയെ നിന്നെ കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അതുമാത്രമല്ല, അവൾക്ക് നല്ലൊരു ജോലിയും കൂടി ഇവിടെ കൊടുത്ത്, ഒരു പക്ഷേ അവിടെ വീട്ടിൽ ഇട്ട് പോയാലേ എന്തായാലും നിന്നെ ഉപേക്ഷിച്ചോള് പോകും. കാരണം നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും പലതും, പിന്നെ പകലും തന്നെ. അങ്ങനെ ഒരു പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഇടപഴകലിലൂടെ, അതായത് ഞാനിവിടെ ഉണ്ടാവും അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരുമിച്ച് സ്നേഹം പങ്കിടാൻ, അങ്ങനെ നിങ്ങൾക്കൊരു ചാൻസ് കൂടിയാവും. അല്ല വീട്ടിലിരുത്തി കഴിഞ്ഞാലേ തീർച്ചയായിട്ടും നിനക്കൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവൾ പോവും, പിന്നെ നീ വിഷമിക്കും. അതുകൊണ്ട് നീ നിൻ്റെ ഉമ്മയോടുകൂടി പറ, എനിക്ക് അവളെയും കൂട്ടി പോകണം, അവൾക്ക് ചിലത് പഠിക്കാനുണ്ട്. അവൾക്ക് ഏതാണ് അവൾ ഇഷ്ടപ്പെട്ട സെക്ഷൻ വെച്ച് എടുത്തൂടെ? എല്ലാ മെഡിക്കൽ ഫീൽഡ് ഇവിടെ അവൈലബിൾ ആണല്ലോ. നഴ്സിംഗ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അതുപോലെ അവളെന്തോ GNM എന്തോ കോഴ്സല്ലേ പഠിച്ചത്, അപ്പോൾ കംപ്ലീറ്റ് ചെയ്തൂടെ? അത് കംപ്ലീറ്റ് എന്നാൽ പിന്നെന്താ, അവൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എൻ്റെ കീഴിൽ അവൾ ജോലി ചെയ്യട്ടെ. അവൾക്ക് വേണ്ടി ഞാൻ ജോലി കൊടുത്തോളാം. അവൾ എൻ്റെ കീഴിൽ വരട്ടെ കേട്ടോ. അതായത് ഞാൻ റൗണ്ടിങ്ങിന് പോകുമ്പോഴേ എൻ്റെ കൂടെ അവൾ വരട്ടെ. വന്നിട്ട് അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്ത് പറഞ്ഞു കൊടുത്തോളാം. എന്നാൽ ടൈം കിട്ടുമ്പോൾ നിൻ്റെ അടുത്തേക്കും വരട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച്, അവൾ തീർച്ചയായും അവൾ ഒറ്റപ്പെട്ട ആ ജീവിതം അവൾക്ക് വെറുക്കും. മാത്രമല്ല, അവൾ മറ്റ് ആരുടെയും കൂടെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ നാളെ മുതൽ അവൾ GNM അല്ല ചെയ്തിരുന്നത്, അവൾ തീർച്ചയായും നഴ്സിംഗ് ഇവിടെ ചാർജ് എടുക്കട്ടെ കേട്ടോ. എന്നാൽ അത് കേട്ട് ഡോക്ടർ, അവൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ക്യാഷിനൊന്നും വേണ്ടിയല്ലടാ. ക്യാഷ് എന്നതിലുപരി അവൾക്കൊരു വർക്ക്, അവളുടെ മൈൻഡൊന്ന് റീസെറ്റ് ആകാൻ വേണ്ടി നല്ലതായിരിക്കും. കാരണം നിൻ്റെ കൂടെയുള്ള ജീവിതം ഏതെങ്കിലും പെണ്ണ് ജീവിക്കും നോക്കിക്കേ. നിനക്ക് എന്തിൻ്റെ ഇതാണുള്ളത്? ഒരു പെണ്ണിനെ ഒരു ആത്മാർത്ഥമായി അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അവളിൽ പെണ്ണിനെ ഒന്ന് ആസ്വദിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവൾക്ക് അതിനനുസരിച്ച് സ്നേഹം കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം നിൻ്റെ ഹോർമോൺ വ്യത്യാസമാണതൊക്കെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓളെ നാളെ മുതൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ നിർബന്ധിക്കണ്ട, അവൾക്കൊരു എൻജോയ്മെൻറ്റ്, റിലാക്സേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്നാൽ ഈ സമയം ബുഷിയുടെ അടുത്തേക്ക് ഡോക്ടർ പോകുന്നു. ബുഷി അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുക തോന്നുന്നുണ്ട്. ബുഷി, ഇക്ക നമുക്ക് പോയാലോ? ഒരുപാട് ലേറ്റ് ആയില്ലേ? ഭക്ഷണം കഴിച്ച് ഒരുപാട് ടൈമായില്ലേ? പോവും പെണ്ണേ. പിന്നെ പോകുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എൻ്റെ ബുഷി, എനിക്ക് നിന്നെ വിട്ടു പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ പറയുന്നത്? നീ GNM കംപ്ലീറ്റ് ആയതല്ലേ? ഓക്കെ. അത് നല്ലൊരു ജോബാണ്. ജോബ് വാക്കൻസി ഇഷ്ടം പോലെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ പറയാം, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ ജോബിൽ
ഇക്ക ഇനി സർജനല്ലേ, അത് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. എനിക്ക് അല്ല, നിനക്ക് ജനറൽ നേഴ്സിംഗ് അല്ലേ? നമ്മുടെ ഡോക്ടർ ജനറലായിട്ടുള്ള ഡോക്ടറാണ് ഇപ്പോൾ ഡോക്ടർ 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 സിനാൻ. എന്താ അദ്ദേഹം സർജന് അത് മാത്രമല്ല, അവൻ ഡ്യൂട്ടി എല്ലാ രീതിയിലുള്ള ജനറൽ ഡോക്ടറാണ്. പിന്നെ MD അതൊക്കെയാണ്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നിനക്ക്. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിൽ അല്പം ഒരു സന്തോഷം തോന്നി. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെയാകുമ്പോൾ അത് ഇരട്ടി സന്തോഷമല്ലേ എന്ന് അവൾ കരുതി. ആ, എന്തായാലും ഇൻഷാ അല്ലാ സിനാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇൻഷാ അല്ലാ വീട്ടിലും ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ അത് ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡോക്ടറുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനാൻ അതാ അവളോടായിട്ട് ചെറുതായി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു, ഒരു ടാറ്റയെല്ലാം കൊടുത്തു. എന്നാൽ സത്യം പറഞ്ഞാൽ ബുഷിക്ക് അത് കണ്ടപ്പോൾ തൻ്റെ ഭർത്താവിൽ നിന്ന് ഒരിക്കൽ പോലും അങ്ങനെയൊരു നോട്ടമോ അല്ലെങ്കിൽ അങ്ങനെയൊരു ടാറ്റ കാണിക്കലോ ഒന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹം ശരിക്കും മാന്യമായ രീതിയിൽ മോളെ ബുഷി പോയിട്ട് വരാം കേട്ടോ എന്ന് സാധാരണത്തെ രീതിയിൽ നമ്മുടെ വീട്ടുകാർ പറയുന്ന രീതിയിൽ. എന്നാൽ സിനാനെ കണ്ടപാടെ സിനാന് തന്നോട് എന്തോ ഒരു ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും എന്തൊക്കെയോ ഒരു ഇതുള്ളതുപോലെ അവൾക്കൊരു തോന്നൽ. പഠിച്ചോനെ അല്ലാ, അതോ ഇനി ഈ ഡോക്ടറെ കൂടെ ജീവിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണോ? എങ്കിലും സ്നേഹത്തോട് ബുഷി എന്നാൽ പറഞ്ഞു പോലട്ടെ മോളെ, എടാ പറഞ്ഞു കൊടുക്കട്ടോ, അവളെ ജീവിതം നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവൾക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളെ കൊടുത്ത് അവളെ നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. അവൾ ലക്ഷങ്ങൾ സാലറി വാങ്ങേണ്ട ആളല്ലേ, ഇങ്ങനെ വീട്ടിലെത്തിയാൽ റെഡി ആവോടാ. എന്തായാലും നിങ്ങൾ പോയിട്ട് വരി നാളെ തന്നെ, ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നാൽ അന്ന് ബുഷി അല്പം സന്തോഷത്തോടെ കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത്. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരെ. മക്കളെ, എന്തായി സൽക്കാരം കാര്യങ്ങളെ കഴിഞ്ഞോ? അത് ഉമ്മ, സൽക്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മാത്രമല്ല ബുഷിക്കൊരു ജോബ് വേക്കൻസി ഉണ്ട്. ജോബോ? എവിടെ? അത് എൻ്റെ കൂട്ടുകാരൻ സിനാൻ ഉണ്ടല്ലോ, സിനാൻ ഡോക്ടർ പറഞ്ഞു ബുഷി അങ്ങനെ വീട്ടിലെത്തിയാൽ ശരിയാവില്ല, അവൾക്ക് നല്ല GNM കഴിഞ്ഞാലേ നല്ല ജോലി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞപ്പോഴേ ആദ്യം അവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ ഇതില്ല, അവൾ കാര്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അതും ആയാലേ ജോബും ആയി, അങ്ങനെ മൊത്തത്തിൽ ആ ഡോക്ടർക്ക് എഴുത്തന്നെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു. മോനെ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾക്ക് 2 പേർക്കും ഒപ്പം ഒരുമിച്ച് പോകും വരികയൊക്കെ ചെയ്യാലോ മോളെ ബുഷി. പിന്നെ ഏതായാലും മോൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി പരസ്പരം അടുക്കാനുള്ളൊരു ചാൻസ് കൂടി ആവുമല്ലോ അല്ലേ? അതേ ഉമ്മ, ശരിക്കും ബുഷിക്കും വല്ലാത്ത സന്തോഷമായി. എന്നാൽ ഈ സമയം ബുഷി അതാ റൂമിലേക്ക് കടന്നു, നേരെ ഫോൺ എടുത്തു. പഠിച്ചോനെ അല്ലാ, ഉമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. ഉമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് റബ്ബേ ഇൻഷാ അല്ലാ ഉമ്മയെ വിളിച്ചാൽ സന്തോഷമായിരിക്കും. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ ബുഷി, ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഇവിടെ ഉണ്ട് ഉമ്മ. എന്താ മോള് നല്ല ഹാപ്പിയാണല്ലോ. ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? വരാം. പക്ഷേ ഉമ്മ, എനിക്ക് ജോലി കിട്ടി. എവിടെ? അത് എൻ്റെ ഹസ്ബൻഡ് പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആണോ മോളെ? മാഷാ അല്ലാ, അത്രയും വലിയ ഹോസ്പിറ്റലിൽ മോൾക്ക് സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയോ? അതെ. ട്രെയിനിങ്ങിനായിരിക്കില്ലേ? അല്ല, സാലറി കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോളുടെ ഹസ്ബൻഡിന് അത്യാവശ്യം സാലറി ഉള്ള ആളൊക്കെ ആണല്ലോ, സർജനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് എന്തായാലും മോൾക്ക് നല്ല കാര്യം. ഏതായാലും അങ്ങനെയെങ്കിലും മോൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട്, പക്ഷേ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണല്ലോ. പിന്നെ ഡോക്ടറാകുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതെ ബുഷി അതെല്ലാം ഓർത്തു. അതെ, ഞാൻ പഠിച്ച സംഭവങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹമായിരുന്നു ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുവാൻ വേണ്ടിയിട്ട്. ഏതായാലും ഡോക്ടർ വിവാഹം കഴിച്ചതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. അവൾ ഓരോന്ന് ആലോചിച്ചു. അതെ, എത്രയോ 5 വർഷം BSc പഠിച്ചിട്ട് പഠിപ്പിക്കാൻ വിടാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഞാനിതെല്ലാം പഠിച്ചിട്ട് എനിക്ക് ഇത്രയും പെട്ടെന്നൊരു ജോലി സെറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ.
അവൾ ഓരോന്ന് ആലോചിച്ചു. അതെ, താൻ പഠിച്ച പുസ്തകങ്ങൾ, കാര്യങ്ങൾ, അതിൽ എക്സാം എഴുതിയത് എല്ലാത്തിനും നല്ല മാർക്കും ഒക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ പെട്ടെന്ന് ജോലി ലഭിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതൊരു സംഭവം തന്നെയല്ലേ. അവൾ ഡോക്ടറുടെ തന്നെ റൂമിൽ അതെല്ലാം എടുത്തു നോക്കും, സ്റ്റെതസ്കോപ്പ് എടുത്തു നോക്കും. അവൾ അതെല്ലാം വെച്ച് സ്വയം പരിശോധിക്കും. കാരണം ഒരുപാട് സ്വപ്നങ്ങളാണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ആ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റുവാൻ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. ഇനി ഇതൊന്നും ഉപയോഗിക്കൂലേ എന്നൊക്കെ തോന്നും. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെയൊരു സന്തോഷ വാർത്ത, അതും ഈ ഡോക്ടറുടെ കൂടെ വിവാഹം കഴിഞ്ഞത് കൊണ്ട് തന്നെയല്ലേ എനിക്കിതൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായി തീരും. ശരിക്കും അവളുടെ വിഷയങ്ങളും പാഠങ്ങളുമെല്ലാം ഓർത്തു. അല്ല, ഏതായാലും എനിക്ക് നാളെ മുതൽ എനിക്ക് ജോയിൻ ആവാലോ. അതെ, ആ ഡോക്ടറുടെ മെയിൻ അസിസ്റ്റൻ്റായിട്ട് എനിക്ക് ജോലി കിട്ടും. അതുമാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് ജോലിക്ക് ജോയിൻ ആവുകയും ചെയ്യാലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാലോ, വരാലോ. അവൾ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഈ സമയം അതാ അജ്മലിനോടും ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ. എന്തോ ഉമ്മ? നമ്മുടെ ബുഷിക്ക് ജോലി കിട്ടി. അതെ, ഡോക്ടറുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. മാഷാ അല്ലാ. ഏതായാലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പോകാലോ. അജ്മലും സന്തോഷിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.